ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കാണിക്കുന്നത്. ബട്ടൺ ഹോൾ സ്റ്റിച്ചിലുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഡിസൈൻ തുണിയിൽ വരച്ചെടുക്കണം. കാർബൺ പേപ്പർ യെല്ലോ കളറ് നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ കാർബൺ പേപ്പർ ഈ തുണിയുടെ മേലെ വെച്ചിട്ട് അതിന് മീതെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ വെക്കണം. എന്നിട്ട് നമുക്ക് എഴുതാത്ത ഒരു പെന്ന് എടുത്തിട്ട് ഇതിന് മീതെ കൂടെ വരച്ച് കൊടുത്താൽ ഡിസൈൻ അടിയിലേക്ക് പതിഞ്ഞ് കിട്ടും. കാർബൺ പേപ്പർ ബ്ലാക്കും ബ്ലൂ ഒക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ പിക്ചർ വരയ്ക്കുന്നത് ബ്ലാക്ക് തുണിയിലാണല്ലോ, അതുകൊണ്ട് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യെല്ലോ കളറ് കാർബൺ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ടൊരു ഫ്രെയിം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ റിങ് സ്റ്റിച്ചിങ് മെറ്റീരിയൽസൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പല വലുപ്പത്തിലുള്ള റിങ് മേടിക്കാൻ കിട്ടും. ഇനി റൗണ്ടായിട്ടുള്ള റിങ് തുണിയുടെ അടിയിലും പിന്നെ സ്ക്രൂ ആയിട്ടുള്ള റിങ് ഉണ്ടല്ലോ അത് തുണിയുടെ മേലെയായിട്ടും വെച്ച് കൊടുക്കണം. ഈ രീതിയിൽ റിങ് വെച്ചിട്ട് എല്ലാ ഭാഗവും കറക്റ്റാക്കി വെച്ചിട്ട് വലിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ സ്ക്രൂ തിരിച്ച് ടൈറ്റാക്കി കൊടുക്കണം. പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലത്തെ നൂലാണ് വേണ്ടത്. ഇത് ഹാൻഡ് എംബ്രോയ്ഡറി തയ്ക്കാൻ പറ്റിയ നൂലാണ് കേട്ടോ. ഇത് ടൈലറിങ് മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഈ നൂല് 6 അഴയുള്ള നൂലാണ്. അപ്പോൾ ഇതിൽ നിന്ന് 3 അഴ എടുത്തിട്ടാണ് ഈ ഡിസൈൻ തയ്ച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് 3 അഴ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നേരിയൊരു സൂചി വേണം. ഈ സൂചിയുടെ ഹോളിലൂടെ നൂല് കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ടാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. അപ്പോൾ ആ പിന്ന് ആദ്യം സൂചിയുടെ ഹോളിലൂടെ കയറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നിനുള്ളിലൂടെ നൂല് കോർത്തെടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കിലേക്ക് വലിച്ചെടുക്കുമ്പോൾ നൂല് സൂചിയിൽ കോർത്ത് കിട്ടും. ഇനി നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം. ഈ ഡിസൈൻ വരച്ചപ്പോൾ ഇതിലെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ക് എടുത്തിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം അടിയിൽ നിന്ന് മേലോട്ട് സൂചി കുത്തിയെടുക്കാം. ഇനി നമുക്കിത് ബട്ടൺ ഹോൾ സ്റ്റിച്ചിൽ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ തണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഗ്രീൻ വൈറ്റ് ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്.
നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ചോക്ക് കൊണ്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്ന അതേ സ്റ്റിച്ച് തന്നെയാണ് ലീഫിനും ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത്രേ തയ്ച്ച് കാണിക്കുന്നുള്ളൂ. ഈ ഒരു ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഡോട്ട് പോലത്തെ സ്വീക്വൻസ് ഒക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ഫുള്ളായിട്ട് നേരത്തെ ഞാൻ തയ്ച്ച് വെച്ച ഒരു പിക്ചറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.